ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മീൻ കറീൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ വയറ്റൊന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻ കറി കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, പിന്നെ അതിലേക്ക് കരിവേപ്പിൻ്റെ ഇല, കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ടിരുന്നു, ആ പുളിയും കൂടി ഒന്ന് ചേർത്ത് വെക്കാം കേട്ടോ. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. അപ്പോൾ ഇത് മൂന്നും കുറച്ച് ഉപ്പും കൂടിയും ചേർക്കട്ടോ. ഞാൻ ഉപ്പ് ചേർക്കുന്നത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഉപ്പും കൂടിയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത ശേഷമാട്ടോ നമ്മൾ ഗ്യാസ് കത്തിക്കുന്നത്. എന്നിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് നല്ലോണം ഒന്നൊരു 10 മിനിറ്റിൽ ഏകദേശം നല്ലൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് അരപ്പൊന്ന് അരച്ച് റെഡിയാക്കി വെക്കാം കേട്ടോ. ചെറുതാക്കി അരിഞ്ഞ തേങ്ങ, അതിലേക്ക് വലിയ ജീരകം, സവാള, കുറച്ച് സവാള ഇട്ട് നമ്മൾ അരപ്പിലാട്ടോ സവാള കൂട്ടുന്നത്. വയറ്റിനിൽ സവാള ഇട്ടിട്ടില്ല. അപ്പോൾ അതൊന്ന് അരച്ച് വെക്കുക. അപ്പോൾ നല്ല തിളച്ച് വെന്ത് വരുന്നുണ്ട് കേട്ടോ. നല്ല ഉടച്ചൊന്ന് കൊടുക്കുക കേട്ടോ. നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മീൻ ചേർക്കാം. ഞാൻ തലഭാഗമാണ് ഇടുന്നത്. വാലുഭാഗം ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണുക കേട്ടോ. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ മീനൊന്ന് മുങ്ങി വരുന്ന രൂപത്തിലാക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കരുത് കേട്ടോ, മീൻ പൊട്ടിപ്പോവും. അപ്പോൾ മീനൊന്ന് മുങ്ങി കിടക്കുന്ന രൂപത്തിൽ നന്നാക്കി കൊടുത്തിട്ട് ഒന്ന് വെന്ത് വരണം കേട്ടോ. അതിൽ കിടന്ന് മീൻ നന്നായി വെന്തതിന് ശേഷം നമ്മൾ തേങ്ങ ചേർക്കണ്ട കേട്ടോ. നല്ല തിളച്ച് വെന്ത് വരുന്നുണ്ട്. അതിലേക്ക് അരച്ച വെച്ച തേങ്ങയും വലിയ ജീരകവും സവാളൊക്കെ ഇട്ട് അരച്ചത് നമുക്ക് അതിലേക്കൊന്ന് ചേർത്തിട്ട് ഈ സമയത്ത് വേണം കേട്ടോ നമുക്ക് എത്ര കട്ടി വേണം കറിക്ക് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളം കൂട്ടി കൊടുക്കാൻ. ഈ സമയത്ത് വെള്ളം ഒന്ന് കൂട്ടി കൊടുത്തിട്ട് കുറച്ച് നേരം തിളക്കാൻ വിടണം കേട്ടോ. സാധാരണ നമ്മൾ തേങ്ങ അരച്ച് പാർന്നാൽ കൂടുതലായിട്ട് തിളപ്പിക്കൂല. പക്ഷേ ഈ കറി നല്ലൊന്ന് തിളച്ച് വരണം കേട്ടോ. അതേമാതിരി അരക്കുമ്പോൾ നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ച് കൊടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് പിന്നെ ഒന്ന് താളിക്കട്ടോ. താളിക്കാനായിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിലേക്ക് ഉലുവയും കരിവേപ്പിൻ്റെ ഇലയും ഒന്നിട്ടിട്ട് താളിച്ച് കൊടുക്കട്ടോ കറി. ഉലുവ ഒന്ന് പൊട്ടി വരുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് കരിവേപ്പിൻ്റെ ഇലയും ചേർത്ത് നല്ലൊന്ന് മൂപ്പിച്ച ശേഷം ഇതിലേക്കൊന്ന് പാർന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ഈസിയുള്ള മീൻ കറി റെഡിയായി. ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒന്ന് ട്രൈ ചെയ്യാത്തവരൊന്ന് ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക കേട്ടോ. ടേസ്റ്റാണ്. ഞങ്ങളിവിടെ മൈസൂരായതുകൊണ്ട് പച്ചരിയാണ് യൂസ് ചെയ്യില്ല. അതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ പുഴുങ്ങലരിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കടിക്ക് ആയാലും പത്തിരിക്കൊക്കെ ആയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. Alimes.